നിന്റെ അവസ്ഥ എനിക്കറിയായിരുന്നു. എന്നെ കൊണ്ടാവുന്ന പോലെ നിന്നെ സഹായിക്കും. ഒന്നും നീ എനിക്ക് തിരിച്ചു തരണ്ട. കാരണം നീ എനിക്കൊരു കൂട്ടുകാരി മാത്രമല്ല, എനിക്കില്ലാതെ പോയ എൻ്റെ കൂടപ്പിറപ്പാണ്. എന്താണ് രാജു പെട്ടെന്ന് നാട്ടിൽ? എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ പോകേണ്ടി വരുമോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും. പിന്നെ നീതുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ രണ്ടാരും ഒരക്ഷരം വേണ്ടില്ല. കാര്യങ്ങൾ പറയാൻ കുറേ ആയല്ലോ, പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇന്ന് ഞാൻ പറയും, എനിക്ക് പറഞ്ഞേ പറ്റും. ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്, അത്രമാണ്. അതൊന്ന് മാറാൻ നീ എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മതി. ഓക്കെ ആണോ? എത്ര നേരമാണ് ഇരിക്കുന്നു? ഓള് വരുമോ? ഇത് വല്ലാത്തൊരു ഇറങ്ങാറായിട്ടല്ലോ. ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യാ? ഇല്ല മോനെ, ഓൾക്കിനി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഓളെ പിറകെ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്താണടി എത്ര നേരം എന്തെങ്കിലും ലേറ്റ് ആവണേ?
അറിഞ്ഞില്ല കേട്ടോ. എന്താ കാര്യം പറയും? എന്ത് പറയാനാടി? എന്ത് കാര്യം? എടി ഇന്ന് രാവിലെ നേരെ വൈകിയ പറയാൻ നീ പറഞ്ഞില്ല, അതന്നെ. ഓ അതോ, അത് രാവിലെ തന്നെ ഒരു നരമ്പുരോഗി വെറുതെ ചൊറിയാൻ വന്നത്. എന്താടി അവനെ കയറി പിടിച്ചോ? എന്നാ പിന്നെ ഇവരറിയും. പിന്നെന്താടി കാര്യം പറ. ഒന്നുമില്ല മോളെ, നീ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ നോക്ക്. കുറെ പണിയുണ്ട് അവിടെ. എടി ഞാൻ ഇറങ്ങേണ്ടി വരുമോ? പണി പാളോ? ഒന്നും വേണ്ടി വരില്ല മോളെ, നമുക്ക് എവിടുന്ന അതിനൊക്കെ സമയം. എന്തിട്ടാ കൃഷ്ണേട്ടാ നേരെ എത്ര ഇവിടെ നിക്കണേ? എടാ ഈ ഒരാളല്ലേ 10 മിനിറ്റ് വൈകി ആൾക്ക് കുഴപ്പമില്ല, അതുപോലെയാണ് പെൺകുട്ടി. സാരില്ലേ കൃഷ്ണേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഒരുക്ക് കൊടുത്തോളി. കഴിഞ്ഞ മോളെ, വേറെന്താ വേണ്ടേ? വേണ്ട, ഇത് മതി. കൃഷ്ണേട്ടാ ഇതും കൂടി എഴുതിയേക്കണേ. ആ എങ്ങനെ എന്താ വേണ്ടേ? കടം വാങ്ങുന്നവർക്കും പെണ്ണുങ്ങൾക്കാണ് ഇവിടെ മുൻഗണന. പൈസ ഒന്ന് വാങ്ങുന്നവർക്ക് ഇവിടെ ഒരു വിലയില്ല. കഷ്ടം. നേരെ സന്ധ്യ ആയാലേ ഇവിടെ വരുന്ന പെണ്ണുങ്ങൾക്ക് തന്നെയാ മുൻഗണന. ആരുടെ വീട്ടിലുണ്ട്, വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊക്കെ. അതിനെ മറ്റേ അർത്ഥത്തിൽ കാണേണ്ട എന്നോടൊന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലടോ. പോട്ടെ കൃഷ്ണേട്ടാ, മോൻ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞാൽ നിങ്ങളതിന് മറുപടി അറിയാൻ പോണം. വിവരക്കടോ? എന്ത് വിവരക്കട്? അതൊക്കെ ഒന്ന് പുറത്ത് വരണം മതി. നിന്റെ വീട്ടിൽ നടക്കൂല. അതൊക്കെ വിട്ടാൽ കൃഷ്ണേട്ടാ, നിങ്ങളുടെ കാര്യം എനിക്ക് എടുക്കുന്ന ഭയങ്കര. ഒന്നും പറയണ്ട ചേച്ചി, കമ്പനിയിൽ നല്ല തിരക്കാ. സീസൺ അല്ലേ. ഇപ്പോൾ ഓണം പെരുന്നാളൊന്നും വരണമെന്നില്ല, അല്ലാതെ തന്നെ എല്ലാവർക്കും നല്ല തിരക്കാ. ഇന്നലെ ആ പതിരം വന്ന് എന്തെല്ലാം വെള്ളം വെച്ചെന്ന് കേട്ടല്ലോ. എന്താ പ്രശ്നം? അത് കുറെ കാലം മുമ്പ് അച്ഛനെ അയാളെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങി മാത്രം. ഞങ്ങളിപ്പോൾ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ ചേച്ചി? ചേച്ചിക്ക് അറിയാലോ, ജീവിച്ചു പോകുന്നതന്നെ ഒരു കണക്കിന്. എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം മോളെ. രാഘവട്ടം കണ്ണു പോയോണ്ടാ മോളെ കുടുംബത്തിൻ്റെ നട്ടലൊരുങ്ങി. ബേജാറാകണ്ട മോളെ, ഒക്കെ ശരിയാവും. മുഖം വല്ലാണ്ടിരിക്കുന്നു. ഒന്നുമില്ല ചേച്ചി, ഞാൻ ഓരോ ഓർത്തിരുന്നു പോയതാ. ഓർമ്മിക്കാൻ നല്ലത് എന്താണ് മോളെ നമുക്കുള്ളത്?
ഇന്നോ നാളെയോ എന്ന് പറഞ്ഞെടുക്കുന്ന അച്ഛൻ. നൊന്ത് പ്രസവിച്ച് മക്കളെ പോലും ഓർമ്മയില്ലാത്ത അമ്മ. ചെറുപ്പം മുതലേ നമ്മളിതൊക്കെ കാണുന്നതല്ലേ. ഇപ്പതൊക്കെ ശീലമായി, ജീവിതത്തിന്റെ ഒരു ഭാഗമായി. മുഴുവൻ കുടിച്ചിട്ട് വാ, എന്തെങ്കിലും കഴിക്കണ്ടേ? എന്നാലും ചേച്ചി, ഏട്ടൻ ചേച്ചിയോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതി. ഏട്ടൻ ആ വാക്കിന് വേണ്ടി പോരുത്. എന്റെ കാലനാണെന്നറി, എന്റെ ജീവിതം തകർത്ത ദ്രോഹി. എന്റെ മോളെ വെറുതെ മാത്രം ഞാൻ അവളെ കൊല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ എന്നെ തീർത്തത്. ചേച്ചി, എനിക്ക് എന്ത് കുറവുണ്ടായിട്ട് ആ മറ്റു പെണ്ണുങ്ങളെ തേടിപ്പോയത്? അല്ലെങ്കിൽ എനിക്കില്ലാത്ത എന്താ അവർക്കുള്ളത്? ചേച്ചി, എല്ലാം കണ്ടുകൊണ്ട് ദൈവം എന്നൊരാളില്ലേ ചേച്ചി മുകളില്. ചേച്ചിയുടെ കണ്ണീർന്ന് എനിക്കൊക്കെ മനസ്സ് പതറും. അതല്ലാതെ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. എന്നാലും എൻ്റെ മക്കളെ ഒരു വിധി. അച്ഛനാണെങ്കിൽ അങ്ങനെ, അമ്മയാണെങ്കിൽ ഭ്രാന്തി. അമ്മേ, കടത്താൻ വന്നിരിക്കുന്നു, നീ ബോഡിയാത്ത്. അമ്മയ്ക്ക് മാറ്റങ്ങൾ വരുന്നത് പെട്ടെന്നാണല്ലേ ചേച്ചി? സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മയ്ക്ക് അസുഖം മാറില്ലേ ചേച്ചി? ഇനി എന്ന് മാറാനാ മോളെ? കാലം എത്രയായി? നമ്മളെ ഏട്ടൻ മരിച്ചപ്പോ മുതലാ അമ്മയ്ക്ക് ഇങ്ങനെ. മോളെ നീതോ? അച്ഛൻ വിളിക്കണ്ട്, നീ അങ്ങോട്ട് ചെല്ല്. വന്നിട്ട് അച്ഛൻ നിന്നെ കണ്ടില്ലല്ലോ, നീ അങ്ങോട്ട് ചെല്ല്. അച്ഛാ, എന്റെ മോള് വന്നോ? പുറത്തു പോയി വരുന്ന സമയം കഴിഞ്ഞാല് അച്ഛന് പേടിയാ മോളെ. എന്തിനാ അച്ഛാ പേടിക്കുന്നത്? ഒരച്ഛന്റെ വേദന നിങ്ങൾക്കറിയാത്തോണ്ടാ മക്കളെ.
ദൈവങ്ങൾക്കിടയിലാ. അച്ഛാ അച്ഛാ അച്ഛന് ചോറ് കൊണ്ട് തരട്ടെ? നേരം കുറെ ആയില്ലേ. നിന്നെ ഒന്ന് കണ്ടാ മതി എന്നായിരുന്നു. സത്യം പറഞ്ഞ ഇപ്പം വിശക്കുന്നുണ്ട് അച്ഛൻ. ഞാൻ കൊടുത്തോളാം മോളെ അച്ഛന് ചോറ്. നീ പോയി കഴിച്ച് കിടക്കാൻ നോക്ക്. മോള് പോയി. അത്രയും തല്ല് വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടേ ഉള്ളൂ.